സോ ഇന്നാണ് SLC-കാരുടെ റിസൾട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എഴുതിയവരെക്കാൾ കൂടുതൽ പേടി അവരുടെ പാരൻസിനായിരിക്കും. ഏതായാലും നല്ല രീതിയിൽ നേരിടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഏത് ടൈമിലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ഏതൊക്കെ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് നിങ്ങളുടെ റിസൾട്ട് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതും പിന്നെ സ്കൂൾ കോഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതുമാണ്. ഇത് കൂടുതലായിട്ടും യൂസ്ഫുൾ ആകുന്നത് ഈ രജിസ്റ്റർ നമ്പറും ബർത്ത് ഡേറ്റും അറിയാത്തവർക്കാണ്. സോ ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറഞ്ഞുതരാം. അതിന് ഇതുപോലത്തെ വെറൈറ്റി കണ്ടന്റിനായിട്ട് വീഡിയോ ലൈക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ നിങ്ങളുടെ 10ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് വെക്കുക. ബിക്കോസ് അവർക്കും കൂടി ഉപകാരപ്പെടുന്നതാണ്. പിന്നെ നമുക്ക് എത്ര A+ ആണ് കിട്ടിയതെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് അതായത് SLC പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് പബ്ലിഷ് ചെയ്യുന്നത് 3 മണി അല്ലെങ്കിൽ 4 മണിക്കായിരിക്കും. അപ്പോൾ ഇനി ഏതൊക്കെ വെബ്സൈറ്റ് ആണ് നമുക്ക് അതിനായിട്ട് നിങ്ങളുടെ റിസൾട്ട് നോക്കാനായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. സോ നമ്മുടെ ഫസ്റ്റത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് പരീക്ഷ ഭവൻ കേരള government.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റാണ്. ഞാൻ അവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ബാക്കി വരുന്നതാണ്. ജസ്റ്റ് നിങ്ങളിത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് കാണാൻ സാധിക്കും. നമ്മൾ വെബ്സൈറ്റ് ഡയറക്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും SLC പരീക്ഷ മാർച്ച് എന്ന്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് നോക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ വെബ്സൈറ്റ് നമുക്ക് പറഞ്ഞുതരാം. രണ്ടാമത്തെ വെബ്സൈറ്റിൻ്റെ പേരാണ് ERD കേരള. സോ ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് അവിടെ അടിയിൽ കാണാൻ സാധിക്കും പരീക്ഷ ഫലം. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പബ്ലിഷ് ആകുമ്പോൾ 2024 മാർച്ച് SLC എക്സാമിൻ്റെ ഇത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് പരീക്ഷാഫലം ചെക്ക് ചെയ്യാവുന്നതാണ്. അത് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ വരികയുള്ളൂ. ദെൻ മൂന്നാമത്തെ നമ്മുടെ റിസൾട്ട് നോക്കുന്ന മൂന്നാമത്തെ വെബ്സൈറ്റിൻ്റെ പേരാണ് SLC exam കേരള government.in. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക. ഇത് നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് നോട്ട് ഫൗണ്ട് എന്നായിരിക്കും കാണിക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് നാളെ അതായത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ആയി പ്രവർത്തിക്കുന്നതാണ്. നേരത്തെ കണ്ട മാതിരി നമുക്ക് രജിസ്റ്റർ നമ്പറും കൂടാതെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് റിസൾട്ട് സിമ്പിളായിട്ട് തന്നെ നോക്കാൻ സാധിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് സ്കൂൾ വൈസും നിങ്ങളുടെ റിസൾട്ട് നോക്കാൻ സാധിക്കുന്നതാണ്. അതിന് മുമ്പ് ഈ വെബ്സൈറ്റിലാണ് നമ്മുടെ സ്കൂളിൻ്റെ കോഡെല്ലാം കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്കൂൾ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ കോഡ് ആവശ്യമായിട്ടുണ്ട്. സോ അതെന്താണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം നമ്മൾ നേരത്തെ രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കൊടുത്തതിൻ്റെ നേരെ മുകളിൽ നമ്മൾ സ്കൂൾ ലിസ്റ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. റവന്യൂ ഡിസ്ട്രിക്റ്റും എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റും. ഞാനിപ്പോൾ ഇവിടെ മലപ്പുറമാണ്. ജസ്റ്റ് മലപ്പുറം എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളും കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ കോഡും കാണാൻ സാധിക്കും. സോ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങളുടെ സ്കൂളിൻ്റെ. നമുക്ക് സ്കൂൾ വൈസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രം. നെക്സ്റ്റ് വെബ്സൈറ്റിൻ്റെ പേരാണ് results.kite.kerala.gov.in. ഈ വെബ്സൈറ്റിൽ കയറി നമുക്ക് നേരത്തെ കാണിച്ച മാതിരി നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കൂടാതെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നമുക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ അതായത് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രം ഇത് വർക്ക് ആവുകയുള്ളൂ. സോ ഈ 4 വെബ്സൈറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി സ്കൂൾ വൈസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ SLC exam.kerala.government.in ഈ വെബ്സൈറ്റ് നമുക്ക് ഇവിടെ സ്കൂൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് സ്കൂളിൻ്റെ കോഡ് കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് ഈ രജിസ്റ്റർ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്ത് നമുക്ക് വൈസ് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. നമുക്ക് അങ്ങനെ സ്കൂൾ വൈസ് നോക്കാവുന്നതാണ്. സോ ദാറ്റ്സ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കാം. ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ.